2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പം നമുക്ക് ജസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമേ. ജസ്റ്റ് ഞാൻ കൈ മാത്രം ഒന്ന് സ്കെച്ച് ഇട്ടോട്ടെ, എന്നാലേ കളർ ചെയ്യുമ്പോൾ മറ്റേ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്നലത്തെ ക്ലാസ്സസിൽ രാത്രിയെങ്കിലും ഇരുന്ന് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യും. നമ്മുടെ ഒരു വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് വലിയൊരു എക്സിബിഷൻസ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഓഫീസിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ അറേഞ്ച്മെൻറ്റ്സൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ ഒത്തിരി ലേറ്റായിപ്പോയി. അതാണ് ക്ലാസ്സുകൾ എനിക്ക് അല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആയതുകൊണ്ടാണ് ഇത് എനിക്ക് നേരത്തെ കഴിയുമെന്ന് വിചാരിച്ചു. പക്ഷെ കഴിഞ്ഞപ്പം ഒത്തിരി ലേറ്റായിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇടാത്തത്. നാളെ നമുക്ക് മ്യൂറൽ ഡ്രോയിങ്ങിൻ്റെ ക്ലാസ് ഉണ്ട്. പറ്റുകയാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ഇൻഫോം ചെയ്യാം കേട്ടോ. 7:30 to 8:30 നമുക്ക് വേണമെങ്കിൽ ക്ലാസ് എടുക്കാം കേട്ടോ. ഇതിൽ കുറേശ്ശെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ക്രൈസ്റ്റിൻ്റെ ഈ ഒരു കൈ ഒന്ന് നോക്കിയിട്ട് വേണ്ട വേണ്ട. ഈ നമ്മുടെ ഇതൊക്കെ ചെയ്തതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ ആർക്കെങ്കിലും? ഫോട്ടോ നോക്കിയിട്ട് കണ്ടില്ല. പറഞ്ഞോളൂ. ബെഡ്ഷീറ്റ് നമ്മൾ ചെയ്തപ്പോഴേ ഡോളി മാം മാത്രമാണ് ഫോട്ടോ ഇട്ടത്. വേറെ ബാക്കി ആരെങ്കിലും ചെയ്ത് നോക്കിയായിരുന്നോ? ഫേസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്താണോ? ഇനി ഡയറക്റ്റ് ബ്ലാക്കിലോട്ടാണോ പോകുന്നത്? നമ്മളൊന്നും തീർത്തിട്ടില്ലല്ലോ ഫേസിൻ്റെത്. ഇനി ബ്ലാക്കിലാണ് പോകുന്നത്. ഇപ്പം കംപ്ലീറ്റ് ചെയ്ത ഫിഗേഴ്സ് അല്ലേ ബ്ലാക്ക്. പക്ഷെ ഡ്രസ്സിൻ്റെതും കംപ്ലീറ്റ് ചെയ്തില്ല. നമ്മൾ ഫേസ് മാത്രമാണ് ചെറുതായിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ താടി മുടി അതെല്ലാം കുറച്ചുകൂടി ചെയ്യാറുണ്ട് കേട്ടോ. ഇട്ടിട്ടില്ല. ഞാനിപ്പോൾ വരയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇടാതിരുന്നത്. അത് കുറച്ചൊന്ന് സ്റ്റഡി ചെയ്ത് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ വീഡിയോസൊന്നും ഫോട്ടോസുകളൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഇവിടെ മാത്രം ഒരു ചെറിയ ചേഞ്ചസേ ഉള്ളൂ കേട്ടോ. കയ്യിലൂടെ വരുമ്പോൾ അവിടെ മാത്രം ഡ്രസ്സിൻ്റെ കളറിങ്ങിൽ കയറി വരിക എന്നുള്ളത്. കളറിങ് നമുക്ക് കൊടുക്കുന്ന സമയത്ത് ശരിയാക്കാം കേട്ടോ. ഈ കൈ ഞാൻ റെഡ് കൊണ്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇത് നമ്മൾ സ്കെച്ചസിൽ കൊടുത്തിരുന്ന പോലെ തന്നെ. ക്രൈസ്റ്റിൻ്റെ കൈയാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കൈ മുകളിലത് മാത്രം കാണുന്നില്ല. ഒരു മിനിറ്റ്. ഇപ്പോഴോ?
ഇപ്പൊ ഓക്കെ. അത് ഏത് കളറാ മിസ്സേ? ഇതിപ്പോൾ ഞാൻ മ്യൂറൽ റെഡ് വെച്ചൊന്ന് ഔട്ട്ലൈൻ വരയ്ക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി. നിങ്ങൾ വരയ്ക്കണമെന്നില്ല, കറക്റ്റ് ചെയ്യണത് നമ്മളിപ്പോൾ അതിനകത്ത് കുറച്ച് ഡ്രോയിങ്സ് ആയിപ്പോയല്ലോ. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് യെല്ലോ കളർ കൊണ്ട് ഇത് കറക്റ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇത് എന്താണ് പേപ്പറിൽ വരച്ചിട്ടാണ്. വേറൊരെണ്ണം കൂടെ പറഞ്ഞു ഡിസൈനും കൂടെ പേപ്പർ, അത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചു മരത്തിൻ്റെ ഇതല്ലേ. ഇത് കൈ വരയ്ക്കുന്നത് പേപ്പറിൽ വരച്ചിടാം കേട്ടോ, എളുപ്പത്തിൽ വരയ്ക്കുന്ന രീതിയിൽ. ഇത് നിങ്ങൾ ആദ്യം യെല്ലോ കൊണ്ട് വരച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ ആ ഷെയ്ഡ് ചെയ്യണ കളർ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. റെഡ് കൊണ്ട് വരയ്ക്കേണ്ട കേട്ടോ. കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ എനിക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഷെയ്ഡിങ് കളർ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഡ്രോയിങ് വരച്ചൊന്ന് ഇട്ടിട്ടെ ഫോട്ടോ ഒന്ന് ക്ലിയർ ആക്കി ഇട്ടിട്ട്. ജീസസിന്റെ കാലൂടെ വരയ്ക്കണേ. കാലിൻ്റെ ഇട്ടുതരാം, കാലിൻ്റെ ഇട്ടുതരാം. നമ്മളിപ്പോൾ കളർ ചെയ്യുമ്പം ഒരു കാലിലേ ഉണ്ടായിരുന്നു, ഞാൻ പിക്ചറിൽ 2 കാലാക്കിയിട്ടുണ്ട്. പിന്നെ കണ്ണും ഒക്കെ നമ്മളൊന്ന് കുറച്ചൊന്ന് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ചുണ്ടും ആ ഒരു കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ചെറിയൊരു ഗ്യാപ്പിന് വ്യത്യാസമുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇതിനകത്ത് കറക്റ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അതപ്പോൾ നിങ്ങൾ യെല്ലോ കൊണ്ട് തന്നെ വരയ്ക്കുക. നമ്മൾ കളർ ഷെയ്ഡ് കൊടുക്കുമ്പോൾ ക്ലിയറാക്കി ഔട്ട്ലൈൻ വരയ്ക്കാം കേട്ടോ. മ്യൂറൽ റെഡ് അല്ല, നിങ്ങൾ യെല്ലോ കൊണ്ട് മാത്രമേ വരയ്ക്കാവൂ. ആരും മ്യൂറൽ റെഡ് എടുത്ത് വെച്ച് വരയ്ക്കരുത്. മ്യൂറൽ റെഡ് കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വൈറ്റ് അടിച്ചിട്ടേ ക്ലിയർ ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ യെല്ലോ കൊണ്ട് തന്നെ ചെയ്യണം. ഞാൻ പിന്നെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് ആ ഡ്രോയിങ്സ് പല ഡ്രോയിങ്സ് വന്നുകൊണ്ട് ക്ലിയറായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് മ്യൂറൽ റെഡ് കൊണ്ട് വരയ്ക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആ ഡ്രോയിങ് കണ്ണിൻ്റെ ഞാൻ ഇട്ടുതരാം. ഫേസ് ഇപ്പം ഞാൻ ഫോട്ടോ ഇട്ടുതരാം കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. ജസ്റ്റ് റെഡ് കൊണ്ട് വരച്ചിട്ടായാലേ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഇപ്പം ഞാൻ വരയ്ക്കുന്ന സ്റ്റെപ്സുകളില്ലേ, നിങ്ങൾ ആദ്യം യെല്ലോ കൊണ്ട് വരയ്ക്കുക. പിന്നീട് സ്കിന്നിന് ഏത് കളറാണോ കൊടുക്കുന്നത് ആ കളർ കൊണ്ട് ഇതുപോലൊരു ഔട്ട്ലൈൻ ഡാർക്കായിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ വരച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. വരച്ച് ജസ്റ്റ് ഒന്ന് വരച്ചോട്ടെ, വരച്ച് കഴിഞ്ഞിട്ട് കാണിക്കും. എനിക്ക് തലകുത്തനെ വെച്ച് വരയ്ക്കുമ്പോൾ ഫേസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷേ എനിക്കത് ക്ലിയറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് കൈ മാറ്റി ഇപ്പം കാണിക്കാം കേട്ടോ. മുടിയുടെ ലൈനും മാറ്റിന്ന് തോന്നുന്നു. ആ മുടിയുടെ ഈ നടുക്കത്തെ ലൈൻ അതിപ്പം പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഞാൻ വരച്ച് കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് പറഞ്ഞുതരാവേ, ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കിയിട്ട്. ഫേസ് ക്ലിയർ ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഫേസിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാം. നിങ്ങളിപ്പോൾ വരച്ചിരുന്ന കണ്ണ് ഈ ലെഫ്റ്റ് സൈഡിലെ കണ്ണ് കുറച്ചൊന്ന് ഉയർത്തിയെടുക്കുക, ഈ ഭാഗവും കുറച്ചൊന്ന് ഉയർത്തിയെടുക്കുക. ഇത് രണ്ടിൻ്റെയും സെൻട്രലായിട്ട് ഈ നടുക്കത്തെ വര വരയ്ക്കുക കേട്ടോ. ഇങ്ങനത്തെ ഒരു വര വരയ്ക്കുക. ഈ 2 ലൈൻസിൻ്റെ ഈ രണ്ടിൻ്റെയും സെൻട്രലായിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കുക കേട്ടോ. ചെറിയൊരു വ്യത്യാസത്തിൽ ഈ സെൻട്രൽ തന്നെ ഇപ്പോൾ നമ്മൾ പെൻസിൽ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ വെള്ളം കൊണ്ട് കാണിക്കാം കേട്ടോ. ഈ സെൻട്രലിൽ നിന്ന് തന്നെ ഒരു വര കേട്ടോ, ഇങ്ങനെ ഒരു വര ലൈറ്റായിട്ടൊന്ന് കാണിക്കും. ബ്രഷ് വെള്ളം ക്രസ്. അപ്പം ഇങ്ങനെ ഈ വര വന്ന് നിൽക്കുന്ന അവിടെ ചെറിയൊരു വി ആക്കുക, ഒരു വി കേട്ടോ. കണ്ണ് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടോ. കൈ കൊണ്ട് മറിയുന്നില്ലേ? സൈഡ് വെച്ച് കാണിച്ചാൽ മതിയോ? സൈഡ് മതി. ഇപ്പം ഇങ്ങനെ കാണിച്ചാൽ മതിയോ? ഇത് കാണാൻ പറ്റുന്നുണ്ടോ?
കാണാം കാണാം. ഇങ്ങനെയാണ് നമ്മുടെ കണ്ണിൻ്റെ മുകളിലത്തെ പാളി എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ കേട്ടോ. താഴെ നമുക്ക് മ്യൂറൽ പഠിക്കുന്നവർക്കറിയാം സ്ട്രെയിറ്റ് ആണ് കേട്ടോ. താഴെ സ്ട്രെയിറ്റ് ആണ് കണ്ണെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ മ്യൂറലിൽ ദൈ വരുന്നേര് ദൈ ഇങ്ങനെ ഒരു വാര് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കണ്ണിൻ്റെ ഇതാകുന്നത്. ക്രൈസ്റ്റിനായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ കണ്ണ് കൊടുക്കുന്നത് മുകളിൽ വളച്ച് വേണം. പിന്നെ ഇവിടെ നിന്ന് തുടങ്ങുന്ന ഡിസ്റ്റൻസ് ഒരേപോലെ ഇതുവരെ മെയിൻറ്റെയിൻ ചെയ്യും. രണ്ടാമത്തെ വര കണ്ടോ, ഇവിടുന്ന് തുടങ്ങുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ചെറിയ സാധനമൊക്കെ കൊടുക്കാം കേട്ടോ. നീട്ടമുള്ള വലിയ ഫേസാണ്. നമുക്ക് ഇതിനകത്ത് ഒത്തിരി വലിയ ഫേസ് വരുന്നില്ല, അപ്പോൾ അത്രയും നീട്ടാനൊന്നും പറ്റുന്നില്ല. ഇതാണ് കണ്ണിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അടുത്ത് പുരികം വരയ്ക്കുക എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാപ്പിൻ്റെ, ഈ ഒരു കണ്ണ് കൊടുത്തില്ലേ, ഈ ഗ്യാപ്പിൻ്റെ ഇത്രയുമെങ്കിലും മിനിമം പുരികത്തിൻ്റെ ടോപ്പ് പാർട്ട് കൊടുക്കും. ഈ ഒരു ഡിസ്റ്റൻസ് എങ്കിലും മുകൾ ടോപ്പ് പാർട്ട് കൊടുക്കും. പക്ഷെ താഴെ വരുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് വരത്തില്ല. അതായത് പുരികം ഇവിടെ നടുക്ക് പൊങ്ങുകയും താഴോട്ട് വരുമ്പം കുറച്ചിങ്ങോട്ട് താഴുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇതിനകത്ത് അത്രയും കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഇതിപ്പോൾ ഇവിടെ വലിയ പടമായതുകൊണ്ട് വലിയ കണ്ണായിട്ട് കാണിക്കും. ഇങ്ങനെയാണ് നമ്മുടെ സാധാരണ ചുവർ ചിത്രങ്ങളിൽ കണ്ണിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതുപോലൊരു കണ്ണ് നമുക്ക് പറ്റുന്ന രീതിയിൽ കണ്ണ് വരയ്ക്കുക. ഇത്രയും നന്നായിട്ടല്ല ഞാൻ അതിനകത്ത് കണ്ണ് വരച്ചിരിക്കുന്നത്. കണ്ണ് വരയ്ക്കുക. അടുത്ത് നമ്മളിത് ഇതൊരു ബേസ് ലൈനാണ്. ഇപ്പം ഞാൻ ഇതുകൊണ്ടുണ്ട്, ഇതൊരു ബേസ് ലൈനാണ്. ഈ ബേസ് ലൈനിൽ വരച്ച ലൈനിൽ തന്നെ അതിൻ്റെ നടുക്കായിട്ട് ഈ ഒരു ചെറിയ ഗ്യാപ്പേ കൊടുത്തിട്ടുള്ളൂ നടുക്ക്. നമ്മളിത് ഇവിടെയും വീണ്ടും ഉയർത്തി അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഉയർത്തി എടുത്തു. ഇവിടെ നമുക്ക് വീണ്ടും ഇതിപ്പോൾ കുറച്ച് നീളമുള്ള കണ്ണാണ് ഞാൻ വരയ്ക്കുന്നത്. ഇത്രയും നീളം ക്രൈസ്റ്റിനില്ല, കൊടുത്തിട്ടില്ല. ചെറിയ കണ്ണ് കണ്ടോ, എടുത്തു. അടുത്തതാ ഇതേ ലൈൻസിൽ ഇവിടെ ഒരു ലൈൻസ് കൊടുത്തു കണ്ടോ. അത് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മളിത് ഇതേ ലെവലിൽ കണ്ട ഐബ്രോസിൻ്റെ ഈ ലെവൽ കൊടുക്കുക. ഇവിടെ നിന്ന് ഉയർത്തുക കണ്ടോ. ഇതാണ് കണ്ണിൻ്റെ ഒരു നോർമൽ മ്യൂറൽ കണ്ണിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ ഇത് പഠിക്കുമ്പോഴാണ് നമ്മളിതൊക്കെ കൃത്യമായിട്ടാണ് ഈ ഒരു പൊസിഷൻ. ഈ ഒരു പൊസിഷനിൽ ഇപ്പോൾ ഇത് കുറച്ചൊന്നും വ്യത്യാസമുണ്ട് വരച്ചപ്പം. ഈ ഒരു ഗ്യാപ്പ് കണ്ട് ഈ ഒരു ഗ്യാപ്പിൻ്റെ സെൻട്രലായിട്ട് നമ്മളൊരു വര ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. സെൻട്രലായിട്ടൊരു വര കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു കണ്ണ് ഇങ്ങനെ തിരിച്ച് വെച്ചാൽ എത്ര നീളം ഉണ്ടാവുമോ അത്രയും നീളമാണ് ഈ ഒരു കണ്ണിന് നമ്മൾ കൊടുത്തിരിക്കുന്ന നീളത്തിൻ്റെ ഏകദേശം മൂക്കിൻ്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈനിലാണ് ഞാനിപ്പോൾ ക്രൈസ്റ്റിൻ്റെ ഇവിടുത്തെ ഈ വര ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു വര കൊടുത്തിരിക്കുന്നത്, ഈ ഒരു വര കൊടുക്കുന്നത്. ഈ ഒരു വരയിൽ തന്നെയാണ് മൂക്ക് വരുമ്പം നമ്മൾ ഈ വരയിൽ ഒരു വി കണ്ടോ, വി. എന്നിട്ട് വീരെ എൻഡിൽ ഓരോ കുത്ത്. ഇനി ഇതാ ചെറിയ പ്രസി ഒരിക്കൽ കൂടെ കാണിക്കാം. ഒരു വി, ഒരു കുഞ്ഞു കുത്ത്. ഇതാ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ചേർത്തെടുക്കാം. കണ്ട ചെറിയ ഇങ്ങനെ വരയ്ക്കുന്നതാണ് ക്രൈസ്റ്റല്ല എല്ലാ ഫിഗറും മ്യൂറലിൻ്റെ ഫിഗറിനനുസരിച്ചിട്ട്. പിന്നെ നമുക്കിത് കുറച്ചുകൂടെ വണ്ണമാണെങ്കിൽ ഷെയ്ഡ് കൊണ്ടാണ് കൊടുക്കുന്നത്. നമ്മൾ നോർമലി മൂക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി അങ്ങ് വലുതാക്കണ്ട, അതിന് ഭംഗിയുണ്ടാകത്തില്ല. പിന്നെ ഇതിൽ ഓൾറെഡി മീശ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മീശ എത്രത്തോളം നമുക്ക് ചുണ്ടിൽ താന്ന് വരും, ചുണ്ട് വളർന്ന് വരുന്നതനുസരിച്ച് ഞാൻ ഇപ്പോൾ മീശയുടെ ഒരു മാർക്കിങ്ങേ കൊടുത്തുള്ളൂ. കൊടുത്തിട്ട് ചുണ്ട് നമുക്ക് മ്യൂറലിലൊന്നും നമുക്ക് വലുതായിട്ട് ചുണ്ട് കാണിക്കാൻ പറ്റില്ല, കാരണം മീശ കൊണ്ട് കവർ ചെയ്യാണ്. അപ്പം നമ്മൾ ഇവിടെ ഒരു നടുക്കത്തൊരു വര കൊടുത്തിട്ട് ഇവിടെ എല്ലാം മീശയായിരിക്കും കവർ ചെയ്യുന്നത്. ഈ മേൽ ചുണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, പക്ഷെ താഴത്തെ ചുണ്ട് കുറച്ച് കാണിക്കാം. പിക്ചറൂടെ ഒന്ന് നോക്കി അസസ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് താടിയുടെ ഇത് വരും കേട്ടോ. വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ക്രൈസ്റ്റിനൊക്കെ ആയാലും ഇവിടെ കുറച്ച് ഗ്യാപ്പുണ്ട്. സ്കിൻ ടോൺ കളർ തന്നെയാണ് വരുന്നത് ഈ ഒരു ഭാഗത്ത്. അതുപോലെ ഇവിടെ നിന്ന് വരുമ്പം ഇവിടെ നിന്ന് ക്രൈസ്റ്റിൻ്റെ ആയാലും വലുതായിട്ടാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റും. വരുന്ന നമ്മളിത് പിന്നെ നമുക്ക് വരച്ച് കൊടുത്തിട്ട് ബാക്കി താടിയുടെ ആക്കാൻ. ഞാൻ നീളം കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, ചെറിയൊരു നീളം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ ക്രൈസ്റ്റിൻ്റെ. ഇവിടെ നിന്നൊരു വര വരുന്നത്. ഓ പറഞ്ഞു. മ്യൂറൽ റെഡ് കൊണ്ട് തന്നെ കൊടുക്കണോ ഞങ്ങളും? ഇല്ല, മ്യൂറൽ റെഡ് ഉപയോഗിക്കരുത്, നിങ്ങൾ യെല്ലോ കൊണ്ടേ കൊടുക്കാവൂ. കറക്ഷൻ ഞാൻ കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്കിന്നിന് ഇപ്പം കളർ പഠിപ്പിക്കും, ആ കളർ കൊണ്ടാണ് ഇത് വരയ്ക്കേണ്ടത് കേട്ടോ.
ഒരിക്കലും മ്യൂറൽ റെഡ് യൂസ് ചെയ്യരുത്. ഞാൻ മ്യൂറൽ റെഡ് എന്തിനാണ് യൂസ് ചെയ്തത്? നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കേട്ടോ. ഓക്കെ ആണോ ഇത്? ഇപ്പം ഹെയർ സ്റ്റൈലിൻ്റെ ഇതാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ക്രൈസ്റ്റ് അല്ലേ, അപ്പം ഞാൻ കുറച്ച് ക്ലിയർ ആയിട്ട് വരച്ച്. ഓക്കെ ആണോ? ഇതിൽ മുടി ഈ ഒരു ഭാഗം വരെ ഇപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തോട്ടെ. ജസ്റ്റ് ഒന്നിങ്ങനെ ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം തീരെ അങ്ങ് നമുക്ക് ഒട്ടിപ്പോകാതിരിക്കും ഈ ഭാഗം കുറച്ചൊന്ന് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ നല്ല ചപ്പിച്ച് കെട്ടുമെന്ന് പറയുന്നത്, രണ്ട് സൈഡിലങ്ങ് ഒതുങ്ങിപ്പോവും. അപ്പോൾ അതിന് മുഖത്തിനൊരു ഭംഗി കുറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മാത്രമാണ്, ബാക്കി നമ്മൾ മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കില്ല. നമ്മളിങ്ങനെ വര കൊടുക്കുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കില്ല, അത് ഭംഗി കുറയും. മുഖത്തിൻ്റെ മുടി അങ്ങ് ചപ്പിപ്പോയതായിരിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ എടുക്കുന്നത് ഇങ്ങനെയാണ് വരച്ചെടുക്കുന്നത് കേട്ടോ. മനസ്സിലായോ ഞാൻ ഡിഫറൻസ് പറഞ്ഞേ? ഏകദേശം വരച്ചിട്ടുണ്ട് ബോബി മാം. അവൻ്റെ ഒന്നും നോക്കിയിട്ട് വലിയ പ്രശ്നം എനിക്ക് തോന്നിയില്ല. ആ ഒരു കണ്ണിൻ്റെ ആ ഒരു ഭാഗം മൂക്ക് വരുമ്പോൾ മാത്രം അത് നമ്മളെ കളർ കൊണ്ടത് ക്ലിയർ ആക്കിയത്. ചെറിയ ഫേസ് ആയതുകൊണ്ട് വലുതായിട്ട് അറിയാൻ പറ്റത്തില്ല. പിന്നെ കുറച്ചുകൂടെ പെർഫെക്റ്റായിട്ട് നമുക്ക് ആ ഫേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ മ്യൂറലിലാണ് ക്രൈസ്റ്റ് വരച്ചത്. പക്ഷേ ക്രൈസ്റ്റിൻ്റെ നമ്മൾ ക്രൈസ്റ്റ് അല്ലാന്ന് തോന്നുന്ന മ്യൂറലിൻ്റെ കണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് ക്രൈസ്റ്റിൻ്റെ ഫീൽ വന്നില്ലേ? ഇതിൽ ചെറിയൊരു ചെവിയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ചെവിയും കൂടെ ഇപ്പം കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം വിട്ടുപോയി. മുഖത്തേന് ബാലൻസ് ചെയ്യാം. പടത്തിലില്ലായിരുന്നു. വേണമെങ്കിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കറക്റ്റ് കണ്ടോ? കുറേ ഫേസ് ഒരു ക്രൈസ്റ്റ് ഫേസ് വന്നില്ലേ? ഒരു ഐഡിയ കിട്ടിയോ? ടീച്ചർ വരയ്ക്കുമ്പോൾ നല്ല ക്രൈസ്റ്റ് തന്നെയാണ്. നമ്മൾ ചെയ്യുമ്പോൾ ശരിയായി വരും. നമ്മൾ ചെയ്യുമ്പോൾ അത് വരില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ എല്ലാം ട്രേസിങ് അല്ലേ പഠിക്കുന്നത് മാം. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ ഒന്ന് ഫ്രീ ഹാൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓക്കെ ആയി വരും കേട്ടോ. നമ്മളിപ്പോൾ ഇല്ല ഡോളി മാം. അതായത് നമ്മൾ ഇപ്പം ഭയങ്കര പെർഫെക്റ്റായിട്ട് വരയ്ക്കുന്ന നല്ല ചിത്രം എന്ന് പറയുന്നത് അയ്യോ നല്ല ഭംഗിയാണ് ചിലരുടെ പടം കാണുമ്പോൾ അതൊന്നുമല്ല. നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഡ്രോയിങ് കൊണ്ടൊരു ഭംഗി ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നമുക്ക് സ്വയാഭിമാനം, ഇത് ഞാൻ തന്നെ വരച്ചതാണ്. മനസ്സിലായോ? ഞാൻ തന്നെ വരച്ചതാണ്. ഇത് നമുക്ക് പഴയതുപോലെയല്ല, നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഓട്ടോമാറ്റിക്കലി ഒരു 4-5 ചിത്രം നമ്മളിപ്പോൾ കണ്ടിന്യൂസ് വരയ്ക്കുന്നില്ല. അതാണ് പ്രോസസ്സിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് വരയ്ക്കുമ്പോൾ ഭയങ്കര ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഈ മ്യൂറൽ ഡ്രോയിങ്സിലുള്ളവർ ആരായിരിക്കും? ഷിജിന മാത്രമാണ് അതിനകത്തുള്ളത്. ഷിജിന ഉണ്ട് അതിനകത്ത്? ഷിജിനോട് ചോദിച്ചാൽ അറിയാം. ഷിജിന മാമിനെ ചോദിച്ചാൽ അറിയാം ഓൾറെഡി എന്തുമാത്രം ചേഞ്ചസ് അതിനകത്തുള്ളവർക്കുണ്ടെന്നല്ലേ? നല്ല സൂപ്പറായിട്ട് ഇപ്പം വരച്ചിടുന്നുണ്ട്. അതങ്ങനെയാണ് വരച്ച് തുടങ്ങുമ്പോൾ ഉണ്ട്. നമുക്ക് കുറേ ഗ്യാപ്പ് കഴിഞ്ഞപ്പോൾ അവരൊക്കെ ഇതുപോലെ പറഞ്ഞതാണ്. പിന്നെ ക്രൈസ്റ്റിൻ്റെ ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു വിരൽ ഇങ്ങനെ ഉയർത്തിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്രൈസ്റ്റിൻ്റെ ഇനി നമ്മൾ ഇതിനകത്ത് ക്രൈസ്റ്റിൻ്റെ കളറിങ് കൊടുക്കുന്നത് ആദ്യം നമ്മൾ ഡ്രസ്സിങ്ങിനാണ് കളർ കൊടുക്കുന്നത് കേട്ടോ. റെഡാണ് ഡ്രസ്സിങ്ങിന് കൊടുക്കുന്നത്. സ്കാർലറ്റ് ക്രിംസൺ റെഡ് പറഞ്ഞിരുന്നല്ലോ. സ്കാർലറ്റും ക്രിംസൺ റെഡും കൂടെ എടുക്കുകയാണേ. നമ്മളൊരു പിങ്ക് പറഞ്ഞിരുന്നില്ലേ? ഒരു കളർ എടുത്തോട്ടെ. സ്കാർലറ്റ് ടേബിളൊന്നും അഡ്ജസ്റ്റ് ടേബിളിനകത്തൊരു 100 കാര്യങ്ങളായിപ്പോയി. കുറേ വർക്കുകൾ ഇങ്ങനെ നമ്മൾ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴായിരിക്കും ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെക്കണേ. ക്ലാസ് തുടങ്ങി പിറ്റേന്ന് മുതൽ വർക്കായിരിക്കും കേട്ടോ. ഭയങ്കര ഐശ്വര്യമാണ്. അല്ല എനിക്ക് വലിയ ബെനിഫിറ്റ് ഉള്ളതല്ല മാം. അതായത് നമ്മൾ അതിൽ നിന്നുകൊണ്ട് പക്ഷെ ഈ ഭയങ്കര പരോപകാരി എന്ന് പറയും പോലെ എല്ലാവരെയും സഹായിക്കും എന്നുള്ളത് ഒക്കെയാണ് വർക്കുകൾ. ബെനിഫിറ്റിൽ പേരാണ്, നല്ല സപ്പോർട്ടീവാണ് ഒക്കെയാണ്. പക്ഷെ അതിൽ നിന്നല്ല
ഇപ്പം പിന്നെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനൊക്കെ ആയതുകൊണ്ട് ഈ മാർച്ച് എന്ന് പറയുന്നതേ കംപ്ലീറ്റ് അബദ്ധത്തിനിറങ്ങിട്ടതാണ്. പോർട്രേറ്റുകളുടെ ഇഷ്ടംപോലെ വർക്കുകൾ, അത് 7 വർക്ക് ഇനിയും പെൻഡിങ്ങാണ്. അപ്പോൾ അതൊക്കെ ഇന്ന് വന്നിട്ടാണ് മറ്റന്നാൾ പോർട്രേറ്റ് ഇത് എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. ഇനി ഇതിൻ്റെ അളവ് പറഞ്ഞോട്ടെ. ഇത് ക്രിംസൺ റെഡും സ്കാർലറ്റ് റെഡും 1:1 എന്നുള്ള അളവിൽ ഞാനിപ്പം കട്ടിക്കാണ് കളർ എടുത്ത് ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടി കേട്ടോ. ഡ്രസ്സിന് മാത്രമാണ് ഔട്ട്ലൈൻ നിങ്ങൾ ആദ്യം വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡ്രോയിങ്സുകൾ ക്ലിയറായിട്ട് കൈയൂടെ ക്ലിയറാക്കി ഇട്ട് തന്നതിന് ശേഷം നിങ്ങൾ അത് യെല്ലോ കൊണ്ട് വരച്ചതിന് ശേഷം ഈ ഡ്രസ്സിൻ്റെത് മാത്രം നിങ്ങൾ എന്തുകൊണ്ട് വരയ്ക്കണം, ഇതുപോലെ ഒരു ജസ്റ്റ് ഒന്ന് ഒരു നമുക്കത് ബ്രഷൊന്നും ഓടത്തൊക്കെ വിധത്തിലുള്ള കട്ടി, ഒരുപാട് വെള്ളമൊന്നുമില്ല കേട്ടോ. അവിടുത്തെ 1:1 എന്നുള്ള അളവിലാണ് കേട്ടോ. ഡ്രസ്സിൻ്റെ ഭാഗങ്ങളിൽ മാത്രം. ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഷോളാണ് വരുന്നത്. ഷോള് മാത്രമാണ് നമ്മുടെ ഈ റെഡ് കൊണ്ട് വരയ്ക്കുന്നത് കേട്ടോ. ഞാനിപ്പം ഷോള് കൊണ്ട് അത് കളർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗമാണെന്ന്. നമ്മൾ മ്യൂറലായതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്തുള്ള ഡ്രസ്സുകളൊന്നും ഭയങ്കര കളർഫുള്ളല്ല കേട്ടോ. നമ്മൾ മ്യൂറലായതുകൊണ്ട് കുറച്ച് കളർഫുള്ളായിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. തീരെ അങ്ങ് വിഷാദ ലാസ്റ്റ് സപ്പറൊന്നുമല്ല. നമുക്ക് കുറച്ച് നന്നായിട്ട് കളറിങ് കാണാൻ ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ്. ലാസ്റ്റ് വരെ കാണാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ വരയ്ക്കുന്നത് വരെ ചരിഞ്ഞാണ് കാണുന്നത്. ചരിഞ്ഞാണ് എല്ലാവർക്കും അങ്ങനെയാണോ? ഇപ്പൊ ഓക്കെ ആണോ? ക്യാമറ ഒരു ബ്ലറായിട്ട് എനിക്ക് തോന്നുന്നല്ലോ. ഒരു മിനിറ്റ്. ചെറിയ ബ്ലറുണ്ട്. വീഡിയോ ഞാനൊന്ന് ഗ്ലാസ് ഒന്ന് തുടച്ച് നോക്കട്ടെ. എൻ്റെ മോൾ എവിടേക്ക് ഗ്ലാസിന്റെ അല്ല, ഇത്ര നേരം കറക്റ്റ് ആയിരുന്നു. ഇപ്പൊ അത് നല്ല കണക്ഷന്റെ ഇതായിരിക്കും, വൈഫൈയുടെ കണക്ടിവിറ്റി ആയിരിക്കും. ഇപ്പം ഓക്കെ ആയില്ലേ? ഇപ്പം ഓക്കെ അല്ലേ? ഇപ്പം എനിക്ക് വേറെ മൊബൈലിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ. എനിക്ക് ഇരുന്ന പൊസിഷൻ്റെ ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണോ അത്? മാം ഇപ്പൊ ഓക്കെ ആണ്. ഇച്ചിരി കൂടെ ഒന്ന് സെന്ററിലോട്ട് നീക്കോ, ഒന്ന് റൈറ്റ് സൈഡിലോട്ട് ജീസസിനെ കാണാൻ. ഇപ്പോഴും ഇച്ചിരി കൂടെ റൈറ്റിലോട്ട് നീക്കാൻ. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, എന്നാ ലെഫ്റ്റിലോട്ട് നീക്കുക. മിസ്സിന്റെ ലെഫ്റ്റിലേക്ക്. ഇല്ല, ഇച്ചിരി കൂടെ നീക്കിയാ കൊള്ളാം. ഇപ്പൊ ഓക്കെ. ഒരു മിനിറ്റ്. ഇപ്പം ഓക്കെ ആണല്ലോ. ഒരല്പം ചരിഞ്ഞാണ് ഞാൻ കൈ വയ്ക്കുമ്പോൾ മറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചരിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുമായിരുന്നു. പക്ഷെ നമ്മൾ കൈ വയ്ക്കുമ്പം മറിഞ്ഞു പോകുന്നത് കൊണ്ടാണ്. ഞാൻ ഇതിനകത്ത് വരച്ചതിൻ്റെ ഫോട്ടോസ് ക്ലിയറായിട്ട് ഇട്ട് തരാം കേട്ടോ. കഴിഞ്ഞ ദിവസം ഇട്ടില്ല, ഫോട്ടോ ഇട്ടില്ല, എനിക്കറിയായിരുന്നു. ഞാൻ പിന്നെ ഡ്രോയിങ്സുകൾ ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഫോട്ടോസ് ഇന്നിപ്പോൾ ഇട്ട് തരാം ഓരോന്നായിട്ട്. ഇന്നലെ എനിക്ക് വീട്ടിലിരിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. ഞാൻ പെട്ടെന്ന് കലാമയം വിട്ടുപോയി കഴിഞ്ഞ. ഓക്കെ, റെഡ് കൊണ്ടാണ് ഇപ്പോൾ ക്രിംസൺ റെഡ് സ്കാർലറ്റ് റെഡും കൊണ്ടുള്ള റെഡ് കൊണ്ടാണ് നമ്മൾ ഔട്ട്ലൈൻ വരച്ചത് കേട്ടോ. ഇനി നമ്മൾ വെള്ളം കൂടെ അടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ബ്രഷ് ഇച്ചിരി വേണമെങ്കിൽ വലുത് യൂസ് ചെയ്യാം, ഒരു 1 ബ്രഷൊക്കെ യൂസ് ചെയ്യാം. നമ്മളിത് ഈ ഔട്ട്ലൈൻ കൊടുത്തതിൻ്റെ അടുത്തുകൂടെ തന്നെ ഇത് കുറച്ച് വീതിക്ക് 1 ബ്രഷ് വെച്ച് നമ്മളിത് ഇങ്ങനെ ഒന്ന് ഔട്ട്ലൈൻ വരയ്ക്കുന്നു കേട്ടോ. വരച്ചതിന് ശേഷം
ബ്രഷ് നല്ലപോലെ വെള്ളത്തിൽ മുക്കി ഒന്ന് ഡ്രൈ ആക്കണം. ഡ്രൈ ആക്കുന്ന തുണിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. എന്നിട്ട് വേണം ഇതാ ചെറിയൊരു നമ്മൾ ബെഡ്ഷീറ്റ് ഇതൊക്കെ ചെയ്തതുപോലെ ഈ ടേബിൾ ക്ലോത്തൊക്കെ ചെയ്തതുപോലെ തന്നെയാണ് വീണ്ടും എന്ത് ചെയ്യണം. നമ്മുടെ ബോബി മാം ചെയ്തപ്പോഴും ഇത്രയും കഴിഞ്ഞിട്ട് പിന്നെ അടുത്തുള്ള സ്മഡ്ജിങ് ക്ലിയർ ആയില്ലേ, വീണ്ടും ഞാൻ ബ്രഷിൽ വെള്ളത്തിൽ മുക്കിയിട്ട് ഈ എൻഡിൽ നിന്നാണ് തൊട്ടത് കണ്ടോ. അപ്പം എന്താ വളരെ ലൈറ്റായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വൈറ്റ് വേണ്ട ഇവിടെ, പക്ഷെ ഒരു ലൈറ്റ് റെഡാണ് അവിടെ വേണ്ടത്. ആ റെഡ് കാണിക്കാനാണ് ഈ രീതിയിൽ പോകുന്നത്. നമ്മൾ വാഷ് ചെയ്തിട്ട് ഫുൾ വാഷ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്താൽ ചിലപ്പോൾ ഇതുപോലെ സ്പഞ്ച് ചെയ്ത് ലയിച്ച് വരത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അടുത്ത ഭാഗങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഔട്ട്ലൈൻ ഇതാ ബ്രഷിൽ മുക്കി നമ്മളിത് ഇങ്ങനെ മറ്റേ ആദ്യമായിട്ട് ഔട്ട്ലൈൻ ഉണങ്ങിയതിന് ശേഷം ചെയ്താലും മതി കേട്ടോ. അത് ഇതുമായിട്ട് ബന്ധമല്ല കേട്ടോ. ഇത് ചെയ്തു. ഇനി ഞാൻ ബ്രഷ് നല്ലപോലെ വെള്ളത്തിൽ മുക്കി ഒന്ന് ഡ്രൈ ആക്കി അതിൽ മാക്സിമം വെള്ളവും എല്ലാം ഒന്ന് കുറച്ചതിന് ശേഷമാണ് ഞാനിതിനെ കുറച്ചുകൂടെ ഒന്ന് സ്മജ് ചെയ്തെടുക്കുന്നത് കണ്ടോ. ബ്രഷും ഒക്കെ ഒന്ന് കണ്ടോ. ഇനി നല്ല പോലെ വീണ്ടും ബ്രഷ് വെള്ളത്തിൽ മുക്കി നല്ല ഡ്രൈ ആക്കിയിട്ട് വേണം. ആ വൈറ്റ് കവർ ചെയ്യാണ്, പക്ഷെ അത് കുറച്ച് ലൈറ്റ് ചെയ്താണ് വരുന്നത്. വീണ്ടും ഒരിക്കൽ കൂടെ നമ്മളിതിനകത്ത് ചെയ്യും. ഓരോ പ്രാവശ്യം ഇതുപോലെയാണ് ചെയ്യുന്നത്, അല്ല നമ്മൾ എല്ലാം ചെയ്തിട്ട് വെയിറ്റ് ചെയ്യരുത്. ഇതിപ്പോൾ ബ്രഷ് വെള്ളത്തിൽ മുക്കിയ കളറാണ് കേട്ടോ. വെള്ളത്തിൽ മുക്കി തുടക്കുകയാണോ സെക്കൻഡ് ടൈം? ഇതിപ്പോൾ നമ്മൾ രണ്ടാമതാണ്. ഫസ്റ്റ് ഔട്ട്ലൈൻ, സെക്കൻഡ് ബ്രഷ് വെള്ളത്തിൽ മുക്കി അതിനെ ഒന്ന് ചെറുതായിട്ട് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇതിപ്പോൾ വീണ്ടും നമ്മൾ ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ ഈ അറ്റത്തോട്ട് പോകത്തില്ല. നമ്മൾ എവിടെയാണ് ഈ കളർ എവിടെയാണോ നിർത്തി ആ കളറിനെ ഒന്ന് സ്പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആ വൈറ്റും കവർ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ വലിയ ഷെയ്ഡ് നിൽക്കുന്നില്ല, ഔട്ട്ലൈൻ മാത്രമേ കാണാവൂ, ചുറ്റും ഒരു ഷെയ്ഡ് വരുന്നില്ല. കാരണം നമ്മൾ ഉടനെ സ്പഞ്ച് ചെയ്ത് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്കതിന് വരുന്ന ഷെയ്ഡ് നെക്സ്റ്റ് സ്റ്റെപ്പാണ്, ഇത് ഉണങ്ങിയതിന് ശേഷമാണ്. പക്ഷേ ഇതിനകത്തൊരു ലൈറ്റ് ഓൺ നടുക്ക് വരാൻ വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിനകത്ത് അയ്യോ ഷെയ്ഡ് വന്നില്ല എന്നുകൊണ്ട് നമുക്ക് ഇവിടെയാണെങ്കിൽ കൃത്യമായിട്ട് ഷെയ്ഡ് നിൽപ്പുണ്ട്, പക്ഷേ ഇതിനകത്ത് ഷെയ്ഡ് വന്നിട്ടില്ല. കളർ ഫില്ലിങ് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ കളർ ഫില്ല് ചെയ്യണത് ലൈറ്റും ഡാർക്കും ആയിട്ടാണ്. ആ ഒരു ടോൺ ടേബിൾ ക്ലോത്തിലും ഇതേപോലെയാണ്. പക്ഷേ ടേബിൾ ക്ലോത്തിൽ നമ്മൾ ഈ നടുക്കുള്ള ഭാഗം കളർ തൊടാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നടുക്ക് ഫില്ല് ചെയ്യുന്നുണ്ട്, അതിനകത്ത് നടുക്ക് വെള്ളം കൊണ്ട് ഫില്ല് ചെയ്യുന്നുണ്ട്, അതിനകത്ത് നടുക്ക് ഫില്ല് ചെയ്യുന്നില്ല. ഇത് സെക്കൻഡ് കോട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ചെറിയ വൈറ്റ് ഉണ്ട്. ഈ ഒരു കോട്ട് വരെയാണ് നമുക്ക് ടേബിൾ ക്ലോത്തിൽ വരുന്നത്, നടുക്കൊരു വൈറ്റ് ഉണ്ട്. ഇത് മൂന്നാമത്തെ പ്രോസസ്സാണ്. അതാ എന്നപ്പോൾ അത് കവേർഡായി. ചെറിയ ഭാഗമായതുകൊണ്ട് രണ്ടെണ്ണമൊക്കെ ഒന്നിച്ചങ്ങ് എടുക്കണം. ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സ്മഡ്ജിങ് നടക്കില്ല. അതുകൊണ്ട് ഓരോന്നായിട്ട് നമ്മൾ ഒരു ഒന്നിൻ്റെയൊക്കെ ബ്രഷ് എടുക്കാം കേട്ടോ. പിന്നെ അത് ബ്രഷ് ബാലൻസിങ് കൂടെ വേണം. നമ്മൾ വലിയ ബ്രഷ് എടുത്തിട്ട് ഈ ഔട്ട്ലൈനൊക്കെ വരയ്ക്കാൻ ഭയങ്കര വീതിയിലായി കഴിഞ്ഞാൽ വൃത്തിയിടും. പിന്നെ അതിനകത്ത് വെള്ളം തൊടുമ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, വലിയ ബ്രഷാണ് നമ്മൾ എടുക്കണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഇതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. നമ്മൾ വലിയ വർക്കുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഒറ്റ സ്ട്രക്ചറിൽ വലിയ ബ്രഷ് എടുത്ത് വെച്ചങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കും. അതാണ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്യാവുന്നത്. ക്ലാസ്സുകളിലാണ് ഇപ്പോൾ ഇഴഞ്ഞ് നീങ്ങുന്നത്. അല്ലാത്ത വർക്കുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ബ്രഷ് വെച്ച് വലിയ ബ്രഷ് വെച്ച് ചുമരിലൊക്കെ 0, 000 എന്നൊന്നും ബ്രഷ് യൂസ് ചെയ്യണേ ഇല്ല. എല്ലാം നല്ല വലിയ ബ്രഷുകളാണ് ചുമരുകളിലൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ചെറിയ ഗണ്ണൊക്കെ കിട്ടും, ഗണ്ണ് കൊണ്ടൊക്കെയാണ്
ഫിനിഷിങ് വരാൻ വേണ്ടി വെച്ചതാണ്. ഇതേ പ്രോസസ്സ് തന്നെയാണ് ഇതിൽ നമ്മൾ ഈ ഒരു ഭാഗം മാത്രം കൈയുടെ ഭാഗമായിട്ട് വിടുന്നുണ്ട് ഡ്രസ്സിൽ. ഈ കൈ ഇരിക്കുന്നിടത്ത് ഇപ്പൊ ഡ്രസ്സിന്റെ യെല്ലോ കളർ ഉണ്ടല്ലോ ഓൾറെഡി, അവിടെ വൈറ്റ് ഇട്ട് ക്ലോസ് ചെയ്യണം. ഇത് വേണമെങ്കിൽ ഒന്ന് വൈറ്റ് ഇട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ കൈയുടെ അകത്ത് ഒരു പിങ്ക് കൊടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. യെല്ലോ ആയതുകൊണ്ട് കവർ ചെയ്ത് വരും കേട്ടോ. പെൻസിൽ കൊണ്ട് വരയ്ക്കുകയാണെങ്കിലാണ് അത് പ്രശ്നം വരുന്നത്. യെല്ലോ ആയതുകൊണ്ട് നമ്മൾ അടുത്ത കളർ കൊണ്ട് കവർ ചെയ്യും. പക്ഷെ നമ്മൾ സ്കിന്നിന് ഒരു വൈറ്റിൻ്റെ ഷെയ്ഡാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ സ്കിൻ ടോൺ കാണുന്നിടത്ത് വേണമെങ്കിൽ നമ്മളൊന്ന് വൈറ്റ് ടച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ. നമ്മൾ ഈ പെയിൻറ്റേഴ്സിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഡ്രോയിങ്സ് ഇപ്പോൾ ഒരു പോർട്രേറ്റ് വരച്ച് കഴിഞ്ഞാലും ഒറ്റ ഡ്രോയിങ്ങിൽ നിർത്തത്തില്ല. കണ്ണ് തന്നെ ഒരു 10 എണ്ണം അവിടെ വരച്ചിരിക്കും. പിന്നെ അടിയിലത്തെ റേസർ എന്നുള്ള സാധനം പണ്ടേ നമ്മൾ ആദ്യം കോളേജിൽ വരുമ്പോൾ എടുത്ത് ദൂരെ എറിയണ ഒരു സാധനമാണ് ട്രേസർ. അപ്പോൾ അതുകൊണ്ട് ഈ ട്രേസിങ് പരിപാടി എനിക്ക് മായ്പ് പരിപാടിയില്ല. അപ്പോൾ ലൈറ്റായിട്ട് വരച്ച് അതിൻ്റെ പുറത്ത് വരച്ചൊക്കെയാണ് കറക്റ്റ് ചെയ്യണത്. കണ്ണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 20 പ്രാവശ്യം വരയ്ക്കുമ്പോഴായിരിക്കും ശരിയാവണത് കേട്ടോ. നമ്മളൊക്കെ വരച്ച് പഠിച്ചപ്പം നേടിയതിനേക്കാളും നിങ്ങളൊക്കെ എന്ത് ബെസ്റ്റാണെന്നറിയാവോ. നമ്മൾ ഈ ഒരു കണ്ണെന്നല്ല മൂക്കായാലും ഇത്രയും വർഷമായിട്ട് നമുക്കത് എങ്ങനെയാണെന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് നമുക്കൊക്കെ വളരെ ഇമ്പ്രൂവ്മെൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നാനുള്ളത്. പഴയ കാലത്ത് നമുക്ക് ചിത്രങ്ങൾ കാണുന്നതിനുള്ള അവസരം കുറവ്, അതുപോലെ പറഞ്ഞു തരാനുള്ള ഒരു ഇതും കിട്ടിയിട്ടില്ല. എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ കൂടെ പഠിച്ച കുട്ടി, ഞങ്ങൾ ക്ലാസ്മേറ്റ്സ്, അവൾ സെയിൽസ് ടാക്സിൻ്റെ സ്റ്റേറ്റ് ഓഫീസറാണ്, ടാക്സ് ഓഫീസറാണ്. അപ്പം അവളുടെ അവിടെ ഓഫീസിലാണ് എക്സിബിഷൻ. അപ്പോൾ അവൾ അത് പറയുമായിരുന്നു, നമ്മളിന്ന് എൻ്റെ ഓരോ ചിത്രങ്ങൾ കാണുമ്പോൾ പറയണം, നമ്മളിന്ന് ഒന്നും പഠിപ്പിച്ചിട്ടില്ല. കോളേജിൽ നമ്മൾ 7 വർഷം മ്യൂറൽ പഠിപ്പിച്ചെങ്കിൽ അധ്യാപകർ നമുക്ക് മിസ്റ്റേക്സുകളൊന്നും പറഞ്ഞു തന്ന് നമ്മളെ കറക്റ്റ് ചെയ്ത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ അങ്ങനെയല്ല, നല്ല ക്ലാസ്സുകളും നമുക്ക് അവസരങ്ങളും കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ഡാർക്ക് കുറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒന്ന് ആക്കിയത് കേട്ടോ. എന്നിട്ട് ചിലയിടത്തൊന്ന് ലൈറ്റ് ചെയ്തിട്ടുണ്ട്, ലൈറ്റ് കിടന്നോട്ടെ. ഇത് നമുക്ക് നല്ലതായിട്ട് ഉണങ്ങിയിട്ട് വീണ്ടും ഷെയ്ഡ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് കോട്ടാണ്. ഇത്രയും ഭാഗമാണ് നമുക്കതിൽ ക്രൈസ്റ്റിൻ്റെ ഒരു ഷോളായിട്ട് കവർ ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്കല്ലാതെ കൊടുക്കാമായിരുന്നു, പക്ഷെ നമ്മളങ്ങനെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ആ ഒരു പ്ലീറ്റിട്ട് ഫുള്ള് മാറ്റിയെടുക്കുന്നെങ്കിൽ ഈ കൈ ഇങ്ങനെ വരണമെങ്കിൽ കുറച്ച് കയറി വന്നെങ്കിൽ ഈ ഒരു പൊസിഷനിൽ മാറ്റം വരും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വിരലൊക്കെ ഉള്ളത് കൊണ്ട് അടിയിലോട്ടാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്, മാറ്റം വരും കേട്ടോ. ഇവിടെ കുറച്ചുകൂടെ ഇങ്ങോട്ട് തള്ളി വരണം. ഇങ്ങനെ കൈ വരണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടം വരെ വരണം. ഈ ഒരു പൊസിഷൻ കുറച്ചുകൂടി ഇങ്ങോട്ട് കയറി വരണം. അപ്പോൾ അതൊക്കെ ചേഞ്ചസ് ആക്കാൻ മടിച്ചിട്ടാണ് ഞാൻ പിന്നെ അവിടെ കൊണ്ടുവന്ന് കവർ ചെയ്തത് കേട്ടോ. അനാട്ടമിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പം എന്തായാലും കൈ ഇട്ടത് വൃത്തിയിടല്ലാത്ത രീതിയിൽ അങ്ങനെ ഒപ്പിച്ച് വെച്ചു കേട്ടാ. വലിയ കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല, ഞങ്ങള് വരയ്ക്കുമ്പോ എങ്ങനെ ഇരിക്കുന്നു ശരിയൊക്കെയാവും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിട്ടും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇത് പേടിക്കുന്നത് വേണ്ട. നമ്മൾ ചെയ്ത് നമ്മുടെ ക്രൈസ്റ്റ് ആക്കി എടുക്കണം. ഇനി നമുക്ക് ക്രൈസ്റ്റിൻ്റെ തലമുടിയിലോട്ടാണ് ആദ്യം പോകുന്നത് കേട്ടോ. തലമുടിയിൽ നിന്ന് ചെയ്ത് ഷീറ്റ്സ് കയറ്റി വരാം. കാഡ്മിയം യെല്ലോ അല്ലെങ്കിൽ ക്രോം യെല്ലോ ആണ് യൂസ് ചെയ്യുന്നത് കളർ കേട്ടോ. കാഡ്മിയം യെല്ലോ അല്ലെങ്കിൽ ക്രോം യെല്ലോ. ക്രൈസ്റ്റിൻ്റെ തലമുടി എന്ന് പറയുമ്പോൾ ഒരു പ്രകാശം ഉണ്ടാകും. ആ പ്രകാശമൊക്കെ നമ്മളിങ്ങനെ മാക്സിമം കൊടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ക്രോം യെല്ലോ നമ്മൾ യൂസ് ചെയ്യണ യെല്ലോ അല്ലേ, മീഡിയം യെല്ലോ, ക്രോം യെല്ലോ എന്നൊക്കെ പറയത്തില്ലേ. ശകലം അത് കുറച്ച് വെള്ളത്തിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തോളേ. കുറച്ച് നമ്മൾ നേരത്തെ റെഡ് എടുത്തപ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ടായിരുന്നു കളർ എടുത്തത്. പക്ഷേ നമുക്ക് എപ്പോഴും ബ്രഷ് നല്ല ഫ്രീ ആയിട്ട് യൂസ് ചെയ്യണം. അതിനകത്ത് നമ്മൾ വെള്ളം വെച്ച് നല്ലപോലെ ലയിപ്പിക്കുന്നതുകൊണ്ട്
നമ്മൾ എന്ത് ചെയ്യുക, കളർ കുറച്ച് കട്ടിക്കാണ് യൂസ് ചെയ്തത്. പക്ഷേ യെല്ലോ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എന്താണ് വാട്ടറിഷ് ആയിട്ടാണ്, കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂട്ടിയിട്ടാണ് മിക്സ് ചെയ്തത് കേട്ടോ. നല്ലപോലെ ഡൈലൂട്ട് ചെയ്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. റെഡ് നമ്മൾ മിക്സ് ചെയ്തപ്പോൾ വാട്ടറിൻ്റെ അളവ് കുറച്ചുകൂടെ കുറവാണ്, കുറച്ചുകൂടെ തിക്കായിട്ടാണ്. കാരണം ഔട്ട്ലൈൻസ് ഹൈ ഡാർക്കായിട്ട് വരും. അതിനെ പിന്നെ നമ്മൾ സ്മഞ്ച് ചെയ്ത് കൊണ്ടുവരണം. ആദ്യമേ വെള്ളമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വെള്ളത്തിൽ മുക്കുമ്പോൾ ഒരു സൈഡിൽ ഔട്ട്ലൈൻ വിത്ത് ഷെയ്ഡ് വരത്തില്ല. അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ ഇതിവിടെ അങ്ങനെയാണ് കേട്ടോ. ടേബിൾ ക്ലോത്തും ചെയ്യുമ്പം നമ്മുടെ കളറിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ഔട്ട്ലൈനിങ്ങിൽ കുറച്ചിട്ട് പിന്നെ ബ്രഷ് വെള്ളത്തിൽ മുക്കിയാണ് എടുക്കുന്നത്. മനസ്സിലായോ? അതേസമയം നമ്മൾ ലൈൻസായിട്ട് വരയ്ക്കുക, ഫില്ല് ചെയ്യുക, ഒരേപോലെ ഫില്ല് ചെയ്യുക. നമ്മൾ വാട്ടറിഷായിട്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് കളർ മിക്സ് ചെയ്യും. ഡിഫറൻസ് മനസ്സിലായോ ഞാൻ പറയുന്നത്? ഇത് ക്രൈസ്റ്റിൻ്റെ ടേബിൾ ക്ലോത്തിന്റെ ലാസ്റ്റ് പറയാം മാം. ലാസ്റ്റ് എല്ലാത്തിൻ്റെ ഒരു കൂടെ പറയാം. ആ വീഡിയോസിൽ കൃത്യമായിട്ടുണ്ട്, എങ്കിലും ഞാൻ ലാസ്റ്റ് ഒന്ന് ഇന്നത്തെ ക്ലാസ്സിൻ്റെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുമ്പം അതുകൂടെ പറയാം കേട്ടോ. ഇത് നമുക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ കളറുകളുടെ ഇത് മാറിപ്പോയി. ഇതിപ്പോൾ ഞാൻ 00 ബ്രഷാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് എടുത്ത് ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മളിപ്പം ഇവിടെ നടുക്കൊരു വര കൊടുത്തിട്ടില്ലേ, ആ വരയിൽ നിന്ന് ഇതിനെ കുറച്ചിങ്ങനെ മുകളിലോട്ടാക്കിയാണ് ഇപ്പം ചെയ്യുന്നത്. ഏകദേശം ഫില്ല് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. തലമുടി കുറച്ചൊന്ന് ഉയർത്തി ചെയ്യണത്. നമ്മളിപ്പോൾ ഓൾറെഡി യെല്ലോ കൊണ്ടായിരിക്കും ചെയ്യുന്നത്. നമുക്കിത് പിന്നീട് മറ്റ് കളറുകൾ കൊണ്ടാണ് നമ്മളിതിനകത്ത് ഏകദേശം ഒന്ന് ഫില്ല് ചെയ്ത് കുറച്ച് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ മാത്രം നമുക്ക് ആ ഒരു ഇത് കുറച്ചൊന്ന് ക്രൈസ്റ്റിൻ്റെ ചെവി ഞാൻ വരച്ചു, മറന്നുപോയി. ക്രൈസ്റ്റിൻ്റെ ചെവി കവേർഡായി. ക്രൈസ്റ്റിൻ്റെ ചെവി മറന്നുപോയി. രണ്ടാമത് വരച്ചുകൊണ്ടോ ചെവിയുള്ളത് ഓർത്തില്ല. ആ കളർ അതിനുമ്പോൾ ആയി. മുടി ഇങ്ങനെ ഇടുന്നതുകൊണ്ട് ചെവി കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ചെവി കാണിച്ചതാണ് കേട്ടോ. അതുപോലെ മീശ കേട്ടോ. മാം ആ ക്രൈസ്റ്റിന്റെ ഫേസിന്റെ ഒരു ക്ലോസപ്പ് ഫോട്ടോ ഇടണം കേട്ടോ. ഇടാം ഇപ്പം ഇട്ടേരെ എല്ലാം ഇവിടെ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആ താടിയുടെയൊക്കെ ഭാഗമില്ലേ. ഞാൻ ഇത് ഇട്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും. ഓക്കെ ആണോ? ഇത്രയും ഭാഗം ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ
ക്രിംസൺ റെഡ് മാത്രമേ ഇനി നമുക്ക് ബാക്കി ഭാഗം ചെയ്യാം. ഈ കളർ ഉള്ളത് കൊണ്ടാണ് ക്രിംസൺ റെഡ് നമ്മൾ ഒരു പിങ്കിഷ് പോലത്തെ കളർ ക്രിംസണും സ്കാർലറ്റും കൂടെ മിക്സ് ചെയ്തില്ലേ, ആ കളർ നമ്മൾ കുറച്ച് കളറിൽ നല്ലപോലെ വെള്ളം ചേർക്കുക കേട്ടോ. നല്ല വെള്ളം ചേർത്തിട്ട് കൈയുടെ ഉള്ളം കൈയിടാകാം കേട്ടോ. ലൈറ്റായിട്ട് വേണം ചെയ്യേ. കൈയുടെ ഡ്രസ്സ് നമ്മുടെ മറ്റു ഡ്രസ്സും എല്ലാം കൂടെ വരുമ്പം ഇത് നമുക്ക് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ വരച്ചിരുന്ന് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് കൂടെ ചേർത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇത് വൈറ്റ് ചേർത്ത് കൊടുക്കുക. നമുക്കിത് നോക്കട്ടെ, കളറ് നന്നായിട്ട് ലൈറ്റായിട്ട് തോന്നുന്നില്ല, കാരണം ഇതിൽ അടിയിലത്തെ മഞ്ഞ വരകളൊക്കെ കാണാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പം കുറച്ച് വൈറ്റ് കൂടെ ചേർത്ത് ചെയ്യാവേ. ഇപ്പം നമ്മൾ ക്രിംസൺ സ്കാർലറ്റും കൂടെ മിക്സ് ചെയ്തില്ലേ, അതിൽ ചെറിയൊരു രീതിയിൽ വൈറ്റ് കൂടെ മിക്സ് ചെയ്യാം കേട്ടോ. കാരണം അത് ഫില്ല് ചെയ്ത് വരുന്നില്ല, അടഞ്ഞു വരുന്നില്ല. അളവ് പറഞ്ഞു തരാം കേട്ടോ. നോട്ട് പറയുമ്പോൾ കുറച്ച് വൈറ്റ്, ഒരു ഡ്രോപ്പ് വൈറ്റ് എടുത്താൽ അതിൻ്റെ പകുതി അളവിൽ ഈ ഒരു കളർ മതി കേട്ടോ. ഒരു സ്കിൻ ടോണിൻ്റെ കളറാണ്, നല്ലതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് എടുക്കാനാണ്. ചെറിയ വ്യത്യാസമുണ്ട്. ഈ കൈ കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ഇതുകൊണ്ട് മറിയുന്നുണ്ടല്ലേ? ടേബിളിലുള്ള കൈ കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ചുകൂടെ വൈറ്റ് വേണം, കുറച്ച് ഡാർക്കാണ്. നല്ല സ്കാർലറ്റും വൈറ്റും ആണ്. അതായത് ഒരു 2 ഡ്രോപ്പ് വൈറ്റിന് ഒരു ഡ്രോപ്പ് ഈ മിക്സിങ് കളർ ചേർത്താൽ മതി കേട്ടോ. അത് ഡാർക്കായിട്ട് തോന്നുകയാണെങ്കിൽ 2 ഡ്രോപ്പ് 3 ഡ്രോപ്പ് വരെ വൈറ്റ് ചേർക്കാം കേട്ടോ. നമുക്കൊരു ലൈറ്റ് ടോൺ കളർ വരുന്നത് വരെ. പിങ്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിങ്ക് കളറാണ് നമ്മളിപ്പം അതിനകത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ കയ്യിൽ കുറച്ചൊരു വണ്ണം കുറവുണ്ട്. നമുക്ക് ഞാൻ അവിടെ ഒന്ന് ഈ ഡ്രോയിങ്സ് ക്ലിയർ അല്ലാത്തത് കൊണ്ടൊന്ന് വായിച്ചിടുന്നേ കേട്ടോ. പിന്നീട് അത് ഉണങ്ങാൻ സമയം എടുക്കും, അതുകൊണ്ടാണ്. ഒന്ന് വൈറ്റിട്ടെടുത്തതാണ്, കാരണം അടിയിലൊരു പെൻസിൽ വരെയുണ്ട്. ഞാൻ ജസ്റ്റ് പെൻസിൽ കൊണ്ട് ട്രൈ ചെയ്തതാണ്. എല്ലാം ഇട്ടിട്ട് വര ക്ലിയറായിട്ട് അറിയാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു പെൻസിൽ വരെ അതുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏത് കളർ കൊടുത്താലും പെൻസിൽ വരെയാണെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് നിൽക്കും. അത് ഞാൻ ക്ലിയർ ആയിട്ട് ഫോട്ടോ ആക്കി തരാം കേട്ടോ. ഇനി നമ്മളിത് കൈ ഡയറക്റ്റ് വരയ്ക്കല്ലായിരുന്നു. ഏതാ
ജീസസിന്റെ കൈ ഇപ്പം ആഡ് ചെയ്തത് ഡയറക്റ്റ് ഓ വരയ്ക്കുകയല്ലായിരുന്നു, ഡയറക്റ്റ് വരയ്ക്കുക. അത് ഞാൻ പെൻസിലിന്റെ. വരച്ച് ഡ്രോയിങ് ഇട്ട് തരാം കേട്ടോ. വരച്ച് ഡ്രോയിങ് ആയിട്ട് ഇട്ട് തരാം കേട്ടോ. എളുപ്പത്തിൽ വരയ്ക്കത്തുള്ളൂ. ഇന്ന് തന്നെ ചെയ്തു തരും. ഇപ്പം തന്നെ ചെയ്തിട്ട് എണീക്കത്തുള്ളൂ. ഇതിൽ ഈ ഈ ഈ ഫിഗർ കാണാൻ പറ്റുന്നുണ്ടോ? ക്രൈസ്റ്റിൻ്റെ ഈ ഫിഗർ ഇല്ലല്ലേ? ഇപ്പൊ കാണാം. ഇത് ക്രൈസ്റ്റേ കാണുന്നുള്ളൂ. ഈ ഫിഗർ കാണാമല്ലോ. ആ ഓക്കെ. ഈ ഫിഗറിന് നമ്മൾ നേരത്തെ ക്രൈസ്റ്റിന് കൊടുത്ത ഷോളിൻ്റെ കളറാണ് ക്രിംസൺ റെഡും സ്കാർലറ്റും കൂടെ മിക്സ് ചെയ്തത് കേട്ടോ. അത് വെച്ചിട്ടാണ് ഇതിൽ ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ കൊടുക്കുന്നത്. ഇതിൽ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഡിസൈനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കളർ വെച്ചിട്ട് ഇനി ചെറുതായിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ട്, ഒരുപാട് വേണ്ട, നമുക്ക് പിങ്ക് കാണണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ബ്രഷിൽ വെള്ളം ഡ്രൈ ആക്കി ഒന്ന് സ്മജ് ചെയ്യുന്നുണ്ട്. പിങ്കിന് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല. പിങ്ക് കാണാൻ പറ്റത്തക്ക വിധത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ നിന്ന് ചെറിയ പ്ലീറ്റുകളാണ് ഇപ്പം ഞാൻ കൊടുക്കുന്നത്. ബ്രഷിൻ്റെ വെള്ളമായിട്ട് ഈ ക്രിംസൺ റെഡ് ക്രൈസ്റ്റിൻ്റെ ഷോളിന് കൊടുത്ത അതേ കളർ തന്നെയാണ്. പക്ഷെ അടിയിൽ ഇതിൽ ബേസ് നമ്മൾ പിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഒരു പ്ലീറ്റഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ബ്രഷൂടെ വെള്ളത്തിൽ നനച്ച് ചെറുതായിട്ട് അതിൻ്റെ പുറത്തുകൂടെ നമ്മൾ ആദ്യം ഒരു വര കൊടുക്കും. അതിൻ്റെ പുറത്തുകൂടെ തന്നെ ചെറുതായിട്ട് ബ്രഷ് നല്ലതായിട്ട് ഡ്രൈ ആക്കി കുറച്ച് സ്പ്രെഡായിട്ട് പുറത്തെടുത്താൽ അവിടെ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും ലൈൻസോ അല്ലെങ്കിൽ സ്പ്രെഡിങ്ങോ വന്നു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് തുടച്ചെടുത്താൽ മതി കേട്ടോ. ബ്രഷ് കൊണ്ട് തന്നെ അങ്ങ് തുടച്ചെടുക്കാം. അവിടെ ഉണങ്ങിയിട്ട് വരയ്ക്കാവേ. ചെറുതായിട്ട് ബ്രഷിൽ വെള്ളം മുക്കി ഇത് നമ്മൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നില്ല. അതിൻ്റെ അടുത്ത് മാത്രം ചെറുതായിട്ട് ബ്രഷ് വെള്ളത്തിൽ മുക്കി ഒന്ന് ഡ്രൈ ആക്കി ഒന്ന് ലയിപ്പിച്ച് കൊടുക്കുന്നു കേട്ടോ. അല്ലാതെ നമ്മളത് ഫുള്ളായിട്ടൊന്നും ചെയ്യുന്നില്ല. അടിയിൽ ആ ബേസ് പിങ്ക് അതുപോലെ കാണിക്കുന്നുണ്ട്. ഒരു ഷെയ്ഡ് മാത്രം കേട്ടോ. ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് ഇവിടെ ഒന്ന് ഉണങ്ങിയിട്ട് ഞാൻ ഇടാം കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇവിടെ ആപ്പിളുണ്ട് കേട്ടോ. ആപ്പിൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇവിടെ ചെയ്ത ആ കളർ തന്നെ ലൈറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കളറിൽ നമ്മൾ ഈ കളറിൽ ഇപ്പം ചെയ്ത ക്രിംസൺ റെഡും ആ ഒരു കളറില്ലേ, അത് വെച്ച് നമ്മൾ ആപ്പിളിൻ്റെ ഷേപ്പ് കണ്ടോ. ഈ ആപ്പിളിൻ്റെ ഹൈലൈറ്റ് അവിടെ അതുപോലെ നിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടോ. ഈ ഒരു ഷേപ്പ് കൊടുത്തു. താഴെ നല്ല ഡാർക്കാണ് കേട്ടോ. എപ്പോഴും ആപ്പിളിൻ്റെ താഴെ കുറച്ച് ഡാർക്കാണ്. ആ സെയിം കളർ തന്നെയാണ് ക്രിംസൺ റെഡ് സ്കാർലറ്റ് റെഡും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കളറാണ്. ഒരുപാട് ലിക്വിഡായിട്ടുള്ള കളറില്ലെങ്കിൽ നമുക്ക് ബ്രഷ് ഭയങ്കരമായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ നമുക്കൊരു ഷേപ്പ് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ കുറച്ച് ഡാർക്കാക്കിയിട്ട് താഴെ കുറച്ച് ഡാർക്കാക്കിയിട്ട് ബ്രഷ് വെള്ളത്തിൽ മുക്കി കുറച്ചിങ്ങനെ മുകളിലോട്ട് കുറച്ചൊന്ന് ലൈറ്റ് ചെയ്താൽ മതി. മുകളിലൊരു ചെറിയ ലൈറ്റായിട്ട് എടുക്കാനും പറ്റും കേട്ടോ. കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പുറത്തെ ആപ്പിളും ഒക്കെ ഒന്ന് ചെയ്യണം. ഞാൻ രണ്ടു മൂന്നെണ്ണം ചെയ്തിടാം കേട്ടോ. ഇപ്പുറത്തോട്ട് ചെയ്യാമല്ലേ. നമുക്കിവിടെ താഴെ ഒരു ഫ്രൂട്ട്സ് കുട്ടയുണ്ട്. ആ ഫ്രൂട്ട്സ് കുട്ടയിലും നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ.
മുകളിൽ കുറച്ച് ലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിൽ കൂടെ കുറച്ച് ഉണ്ടാക്കും. ആപ്പിള് പോലെ തന്നെ ഉണ്ട്. ആപ്പിള് ആപ്പിള് പോലെ തന്നെ ഉണ്ടെന്ന്. അത് നമുക്ക് കുറച്ചുകൂടി നമുക്ക് ചെയ്ത് വരുമ്പോൾ രസമാണ് കേട്ടോ. എല്ലാ ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് ആ ഒരു റിയലിസ്റ്റിക് ടച്ചിലോട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തും ഒരു ചെറിയ പിങ്കുണ്ട്. അത് ഇതുപോലെയാണ്. അത് നമ്മൾ ഇതുപോലെ തന്നെ ഔട്ട്ലൈൻ കൊടുത്ത് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബ്ലൂവിൻ്റെ ഷെഡിലോട്ട് പോകും കേട്ടോ. ബ്ലൂവിൻ്റെ ഫിഗർ. അപ്പോൾ നമുക്ക് ഈ ഫിഗറുകളൊക്കെ ഒരു ഇതൊന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഷീറ്റ് ഞാനിവിടെ ഇതിൻ്റെ പിക്ചർ ഞാനിപ്പോൾ ഫോട്ടോസ് ഇടാം. ക്രൈസ്റ്റിൻ്റെ ഓരോ ഭാഗങ്ങളും ഫോട്ടോ ഇടാം. താഴത്തെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഫോട്ടോസ് ഇടാം. പിന്നെ ഉള്ളത് താഴത്തെ ഒബ്ജക്ട്സൊക്കെ നമുക്ക് കുറച്ച് ചെയ്യും. ഞാൻ ഇന്ന് മെയിനായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത് നമ്മുടെ ഈ പില്ലേഴ്സിൽ ഡിസൈൻ ചെയ്യുന്നതാണ് കേട്ടോ. പില്ലേഴ്സിൽ ഡിസൈൻ ചെയ്യുന്നതാണ് മെയിനായിട്ട് കാണിക്കുകയെന്ന് വെച്ചാൽ ഞാൻ ബ്ലൂവിൻ്റെ ഷെയ്ഡൂടെ കഴിഞ്ഞിട്ട് അതുകൂടെ ഒന്ന് കാണിക്കാം കേട്ടോ. പില്ലേഴ്സിൽ നമ്മൾ കുറച്ച് ഡാർക്കായിട്ടൊന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനത്തെ ഡിസൈൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയമെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശനി ഞായറും അല്ലേ, അപ്പം നമുക്ക് 2 ദിവസം കൊണ്ട് ചെയ്യും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു ദിവസം നമുക്ക് നാളെയും മറ്റന്നാളും മ്യൂറലിൻ്റെ ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്സുകൾ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച എനിക്ക് എടുക്കാൻ പറ്റാത്ത കാരണം കഴിഞ്ഞ ആഴ്ച നമ്മുടെ മറ്റേ ഇത് ആയതുകൊണ്ട് മറ്റേ ക്ലാസ് ആയതുകൊണ്ട്. അപ്പം നാളെ അതിന് മുമ്പായിട്ട് 7:30 to 8:30 നാളെ, അല്ലെങ്കിൽ ഇതത്രയും തീരെയാണെങ്കിൽ നാളെ എടുക്കാം. ഈ താഴത്തെ ഭാഗമെല്ലാം ഞാൻ കളർ ചെയ്ത് തീരുകയാണെങ്കിൽ, അല്ലെങ്കിൽ സൺഡേ എന്തായാലും ക്ലാസ് ഉണ്ടാകും കേട്ടോ. അടുത്ത ആഴ്ച മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ക്ലാസ് ഉണ്ടാകും. നമുക്ക് ഏകദേശം ഒന്ന് ഫിനിഷ് ചെയ്ത് എടുക്കണം. ഇനിയിപ്പം പുതിയ വിഷുവിൻ്റെ ഡ്രോയിങ്സൊക്കെ തുടങ്ങാൻ സമയമായി. ഇപ്പോൾ ഇത് നമുക്ക് മാക്സിമം എളുപ്പത്തിൽ തീർക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ബ്ലൂ ആണ് കേട്ടോ. ബ്ലൂ നമ്മളിപ്പം കൊടുത്തിട്ടുള്ള പതല്ലോ ബ്ലൂ ആണ്. ഇതിൻ്റെ കോമ്പിനേഷൻസ് നമുക്കറിയാം. പ്രഷ്യൻ ബ്ലൂ ആണ് കേട്ടോ. പ്രഷ്യൻ ബ്ലൂ ആണ് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. പതല്ലോ ബ്ലൂവിന് നമ്മൾ കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യുന്നത് പ്രഷ്യൻ ബ്ലൂ ആണ്. ബൗളുകളൊന്നും കണ്ടില്ല. എല്ലാം കുറേശ്ശേ നമ്മൾ കളർ മിക്സ് ചെയ്യുന്നുള്ളൂ. കുറച്ച് പാട്ടുകളല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചെറുതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നത്. നമ്മളെപ്പോഴും ബൗളുകളിൽ നമുക്ക് ആവശ്യമുള്ള കളർ നല്ല സേഫായിട്ട് നല്ല ഫ്രഷ് വാട്ടറിലൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്ത് നമുക്കതിനകത്ത് വെള്ളത്തിൻ്റെയൊക്കെ അളവുകൾ അറിയാൻ പറ്റും. കുറച്ച് വെള്ളമായിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് കേട്ടോ. പ്രഷ്യൻ ബ്ലൂ നമ്മൾ മിക്സ് ചെയ്യുമ്പം തിക്കായിട്ടല്ല, ക്രിംസൺ റെഡ് സ്കാർലറ്റും കൂടി ചേർന്നൊരു കളർ മാത്രമാണ് നമ്മൾ തിക്കായിട്ട് യൂസ് ചെയ്തത്. ഇത് നമ്മൾ നല്ല കുറച്ച് വെള്ളമായിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. എന്നാൽ ഭയങ്കര കട്ടി കുറഞ്ഞ കളർ കട്ടി കുറയ്ക്കുക എന്നല്ല, കളറുണ്ട് അതിൽ, പക്ഷേ ഒരു ലിക്വിഡ് രൂപത്തിലാണ് നമ്മൾ ഈ കളറിനെ നല്ലപോലെ മിക്സ് ചെയ്യുന്നത് കേട്ടോ. അവിടെ കുറച്ച് ബ്ലൂ ആയി. ഈ കളറ് നമുക്ക് ആദ്യം ഇവിടെ ഒരു ഗ്രേപ്സ് ഉണ്ട് കേട്ടോ. ഗ്രേപ്സിൽ നമ്മൾ ആദ്യം ഒന്ന് ലൈറ്റായിട്ട് കേട്ടോ. ഗ്രേപ്സിൽ നമുക്കിത് വെള്ളം പോലെയാണ് ഈ കളർ ഇരിക്കുന്നത്. അപ്പോൾ ഈ കളറ് ജസ്റ്റ് ഒന്ന് ഗ്രേപ്സിൽ കേട്ടോ ഒരു സർക്കിളായിട്ടാണ് കൊടുക്കുന്നത്, ഒരു ഔട്ട്ലൈൻ കേട്ടോ. വെള്ളം പോലെയാണ് നമ്മുടെ കളർ, വലിയ കട്ടിയില്ല. ഇത് നിങ്ങൾ പ്രഷ്യൻ ബ്ലൂ മാത്രം, പിന്നെ നമുക്ക് ഷെയ്ഡ് കൊടുക്കാം കേട്ടോ. ഔട്ട്ലൈൻ മാത്രമാണ് വരയ്ക്കുന്നത് കേട്ടോ. ഒന്ന് ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട് കേട്ടോ. ലൈറ്റായിട്ടാണ് വരച്ചിരിക്കുന്നത്.
ഇനി നമ്മളിത് ഇതിന് ഈ ഫിഗറിലോട്ട് ഈ ഫിഗറിലോട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ താടിയുടെ അളവ് ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കൊടുക്കുന്നത് കേട്ടോ. ഇതിൽ നമ്മളിത് ഒരു ഔട്ട്ലൈനാണ് ആദ്യം വരയ്ക്കുന്നത്. നമുക്ക് ഏത് ഡിസൈൻസ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. ഇവരുടെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൈക്കകമായതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗം ഡാർക്കായിട്ട് ഫില്ല് ചെയ്തത്. രണ്ടും ഇവിടെ വരുന്നത്. ഇനി നമുക്കിതിനകത്തൊരു കെട്ടൊക്കെ കൊടുക്കുന്നൊരു രീതിയിൽ